ഹലോ, അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ്, നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമിൻ്റെ അടുത്തുള്ള ഒരു ചൈനീസ് ഒത്തൻറ്റിക് റെസ്റ്റോറൻറ്റിൽ വന്നു. ഇവിടെ നമുക്ക് €1 നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി ഫുഡ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് കഴിക്കാം. ബൊഫേ സെറ്റപ്പാണ്. അപ്പോൾ നമ്മൾ 2 ദിവസം ഇവിടുന്ന് ഫുഡ് കഴിച്ചത്. നല്ല അഫോർഡബിളും ആണ്, നല്ല ടേസ്റ്റി ഫുഡും ആണ്. അപ്പോൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ തന്നെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഇന്ന് നമ്മൾ സ്വിറ്റ്സർലാൻഡിലേക്ക് പോവുകയാണ്. അപ്പോൾ പാരീസ് എയർപോർട്ടിൽ പോയിട്ട് ഇപ്പം നമുക്ക് ടിക്കറ്റ് കൺഫർമേഷൻ ആയിട്ടില്ല. ടിക്കറ്റ് കൺഫർമേഷനിൽ സീറ്റ് കൺഫേം ആയിട്ടില്ല. നമുക്ക് സ്റ്റാൻഡ് ബൈ ആണ്, സ്റ്റാഫ് ട്രാവൽ ആയതുകൊണ്ട് ഇനി അവിടെ ചെന്നിട്ട് വേണം നോക്കാം. അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തി, ചെക്കിനൊക്കെ ചെയ്തു. ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മൾ ബോർഡിംഗ് ഗേറ്റിലേക്ക് പോയി. അവിടെ വെച്ചിട്ടാണ് കൺഫർമേഷൻ ആവുന്നത്. അപ്പോൾ ബാഗേജ് ഡ്രോപ്പ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ബോർഡിംഗ് ഗേറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റി ചെക്കിങ്ങിൽ നമുക്കൊരു ഇത് പറ്റി. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബോഡി ലോഷൻ കുറച്ച് വലിയ, അപ്പോൾ അവരത് ഡസ്റ്റ്ബിനിൽ ഇട്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. ക്വാണ്ടിറ്റി കുറവായിരുന്നു, പക്ഷെ ബോട്ടിലിന്റെ വലിപ്പം അനുസരിച്ചിട്ട് അത് അവർക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് എനിക്ക് ഈ സ്വീറ്റ് മേടിച്ചു തന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിരിക്കുമ്പോഴത്തേക്കും ബോർഡിങ് സ്റ്റാർട്ടായി. അപ്പൊ ലക്കിലി നമുക്ക് സീറ്റ് കിട്ടി. മനുവട്ടെ ഏറ്റവും പുറകിലും, ഞാൻ ഏറ്റവും ഫ്രണ്ടിലും ആയിരുന്നു. അപ്പൊ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മള് എയർപോർട്ട് എത്തി, സ്വിറ്റ്സർലാൻഡ് എത്തി. അവിടെ നിന്ന് നമ്മള് ഫുഡ് ലഞ്ച് കഴിച്ചിട്ട് ഹോട്ടലിൽ വിളിച്ച് ചെക്ക് ഇൻ ടൈം ഒക്കെ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു കുറച്ച് ലേറ്റ് ആയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ 3 മണിക്ക് ശേഷം വന്നാൽ മതി എന്ന് പറഞ്ഞു. 3 മണിക്കാണ് നമ്മൾ ചെക്ക് ഇൻ ടൈം. അങ്ങനെ നമ്മൾ കുറെ ഫുഡൊക്കെ കഴിച്ച് അവിടെ റിലാക്സ് ചെയ്തിരുന്നു. ഇനി ട്രാമില് 2 സ്റ്റോപ്പ് ഉണ്ട് നമുക്ക് എയർപോർട്ടിൽ നിന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്ത്. IBS ഹോട്ടലിലാണ് നമ്മൾ ബുക്കിംഗ് എടുത്തത്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ട്രാമിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുത്തിട്ട് ഹോട്ടലിലേക്ക് പോവുകയാണ്. ഇനി അവിടെ പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് നമുക്ക് നാളെ മുതലാണ് നമ്മൾ സ്വിസ് പാസ് ആക്റ്റീവ് ആവുന്നത്. മിനിമം 7 ഡേയ്സ് എങ്കിലും വേണം. 7 ഡേയ്സ് അല്ല, 4 ഡേയ്സ് എങ്കിലും വേണം സ്വിസ് പാസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നാളത്തേക്കാണ് നമ്മൾ എടുത്തേക്കുന്നത്. നാളെ മുതലാണ് അത് കൗണ്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി, ചെക്കിനൊക്കെ കഴിഞ്ഞു, റൂമിലേക്ക് പോയി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് സ്വിസ് പാസിൻ്റെ നോക്കാനും നാളെ പോകുന്ന റൂട്ടൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാന്ന് വെച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ ഹോട്ടൽ റൂം. IBS നല്ല അഫോർഡബിളും ആണ്, എയർപോർട്ടിന് തൊട്ടടുത്തുമാണ്. നമുക്ക് എല്ലാ ട്രാൻസ്പോർട്ടേഷനും ഇവിടെ അടുത്തുനിന്ന് തന്നെ കിട്ടും. അപ്പോൾ ഒരു ബെറ്റർ ചോയ്സ് ആയിരുന്നു IBS ബുക്കിംഗ്. ഇതാ നമ്മുടെ റൂം, ഒരു ചെറിയ റൂമാണ്, കുഴപ്പമില്ലാത്ത. ഇവിടെ നമ്മുടെ റൂമിന്റെ തൊട്ടപ്പുറത്തേന് ലാപ്പിസ ഇതുണ്ട്. അപ്പൊ എപ്പോഴും നല്ല പിസ്സയുടെ സ്മെല്ലായിരുന്നു. നമ്മൾ ചെന്നപ്പോ തന്നെ നല്ല പിസ്സ സ്മെല്ലായിരുന്നു. ഞാൻ കട്ട് മാറ്റി നോക്കിയപ്പോഴത്തേക്ക് തൊട്ടപ്പുറത്ത് ലാപ്പിസ. പിന്നെ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് പോയി. എയർപോർട്ടിലാണ് ഇതിന്റെ സ്വിസ് പാസിൻ്റെത് ഒക്കെ ഇൻഫർമേഷൻ കൗണ്ടറൊക്കെ ഉള്ളത്. അപ്പൊ നമ്മൾ ഈ സമ്മർ ടൈമില് യൂറോപ്പ് വിസിറ്റ് ചെയ്യുവാണെങ്കിലുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് രാത്രി 10 മണി ആയാലും ഇത് ഇരുട്ട് വീഴത്തില്ല. അപ്പൊ നമുക്ക് ഡേ ലൈറ്റ് മാക്സിമം യൂസ് ചെയ്യാം. പിന്നെ വൈകുന്നേരം ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ എല്ലാ ഫെസിലിറ്റിയും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എളുപ്പം ഉണ്ടായിരുന്നു. ഒരുപാട് കൺഫ്യൂഷൻ ഒന്നുമില്ലായിരുന്നു. അപ്പൊ നമ്മളെല്ലാം സൂറിച്ചിലാണ്. ഇനി നാളെ നമുക്ക് ലണ്ടൻ ചോക്ലേറ്റ് ഫാക്ടറിയും പിന്നെ ഒരു വാട്ടർഫോളും വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നാളത്തെ വിശേഷങ്ങളായി നാളെ കാണാം. ബൈ ബൈ.